ഫുട്ബോൾ പ്ലെയേഴ്സ്, ക്രിക്കറ്റ് പ്ലെയേഴ്സ്, ബാഡ്മിന്റൺ പ്ലെയേഴ്സ് അല്ലെങ്കിൽ ഏതൊരു സ്പോർട്സിലെ പ്ലെയേഴ്സും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം റിപ്പീറ്റഡ് ആയിട്ട് സ്പ്രിന്റ് ചെയ്യാൻ കഴിയാത്തതാണ്. അതായത് സ്പീഡ് ഉണ്ടായിരിക്കും, പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് സ്പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്പീഡ് ഡ്രോപ്പ് ആയി പോകുന്നു. ഇതിന്റെ പ്രധാന കാരണം സ്പീഡ് എൻഡൂറൻസ് കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കാത്തതാണ്. ഇറ്റ്സ് മീ ഷെബിൻ, വെൽക്കം ടു അവർ അനദർ വീഡിയോ. പല അത്ലീറ്റ്സും കരുതിയിട്ടുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് സ്പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസിൽസിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ലാക്റ്റിക് ആസിഡ് മൂലമാണ് പലപ്പോഴും നമ്മുടെ സ്പീഡ് ഡ്രോപ്പ് ആയി പോകുന്നത്, അല്ലെങ്കിൽ മസിൽസ് ഫറ്റീഗ് ആവുന്നത് എന്നാണ് പലരും കരുതിയിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. കണ്ടിന്യൂസ് ആയിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മസിൽസിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ഹൈഡ്രജൻ അയൺ മൂലമാണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് സ്പ്രിന്റ് ചെയ്യാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും നമ്മുടെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാത്തത്. ഇന്നത്തെ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് സ്പീഡ് എൻഡൂറൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള വർക്കൗട്ടുകളെ കുറിച്ചിട്ടാണ്. എത്ര ഡിസ്റ്റൻസ് നമ്മൾ സ്പ്രിന്റ് ചെയ്യണം, ഓരോ റെപ്പറ്റീഷനിടയിൽ എത്ര റെസ്റ്റ് എടുക്കണം, ടോട്ടൽ എത്ര സെറ്റ് ചെയ്യണം, എത്ര റെപ്പറ്റീഷൻ ചെയ്യണം, ഇതിനെല്ലാം കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നമ്മളുടെ ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ഹൈഡ്രജൻ അയണിനെ മാനേജ് ചെയ്യാനും നമ്മുടെ സ്പീഡ് എൻഡൂറൻസ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഫിസിയോളജി അഡാപ്റ്റേഷനെ കുറിച്ചിട്ടും കൃത്യമായി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സ്പീഡ് എൻഡൂറൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക, കാരണം ഓരോ സെക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വൺസ് അഗൈൻ വെൽക്കം ടു അവർ അനദർ വീഡിയോ. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് സ്പീഡ് എന്നുള്ളതും എന്താണ് സ്പീഡ് എൻഡൂറൻസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. സ്പീഡ് എന്ന് പറഞ്ഞാൽ വളരെ ക്വിക്കായിട്ട് അല്ലെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയുന്നതിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. എന്നാൽ സ്പീഡ് എൻഡൂറൻസ് എന്ന് പറഞ്ഞാൽ വളരെ ക്വിക്കായിട്ട് കൂടുതൽ ഡിസ്റ്റൻസ് ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതിനെയാണ് നമ്മൾ സ്പീഡ് എൻഡൂറൻസ് എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് സ്പ്രിന്റ് ചെയ്യാനുള്ള എബിലിറ്റിയെയും നമ്മൾ സ്പീഡ് എൻഡൂറൻസ് എന്ന് പറയാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊരു 30 മീറ്റർ 40 മീറ്റർ ടോപ്പ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമായിരിക്കും. പക്ഷേ തുടർന്നൊരു 100 മീറ്റർ അല്ലെങ്കിൽ 200 മീറ്ററിലേക്ക് നമ്മുടെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് എൻഡൂറൻസ് വേണം. അല്ലെങ്കിൽ ഒരു ഗെയിം സിറ്റുവേഷൻ, ഒരു വോളിബോളോ അല്ലെങ്കിൽ ക്രിക്കറ്റോ അല്ലെങ്കിൽ ഫുട്ബോളോ, ഇതിലെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ഫാസ്റ്റ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ആക്സിലറേറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സ്പ്രിന്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ഫാസ്റ്റ് മൂവ്മെന്റ്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണമെങ്കിൽ സ്പീഡ് എൻഡൂറൻസ് വേണം. സോ എങ്ങനെയാണ് നമ്മൾ സ്പീഡ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടും ഏത് എനർജി സിസ്റ്റത്തെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയിട്ടും കാണുക. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്പീഡ് എൻഡൂറൻസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്പീഡ് എൻഡൂറൻസ് ട്രെയിനിങ് പ്രധാനമായിട്ടും ഡെവലപ്പ് ചെയ്യുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള സ്പ്രിന്റ് ട്രെയിനിങ്ങിലൂടെയാണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഷോർട്ട് സ്പീഡ് എൻഡൂറൻസ് ട്രെയിനിങ്, മറ്റൊന്ന് ലോങ് സ്പീഡ് എൻഡൂറൻസ് ട്രെയിനിങ്, മറ്റൊന്ന് സ്പെഷ്യൽ എൻഡൂറൻസ് ട്രെയിനിങ്. അപ്പോൾ ഇതിൽ ഓരോ ടൈപ്പും അല്ലെങ്കിൽ ഓരോ റിപ്പീറ്റേഷൻ ട്രെയിനിങ്ങും ഏതൊക്കെ കാറ്റഗറി അല്ലെങ്കിൽ ഏതൊക്കെ പ്ലെയേഴ്സിനാണ്, ഏതൊക്കെ ഗെയിമിനാണ് യൂസ്ഫുൾ ആയിട്ടുള്ളതും, ഓരോ ടൈപ്പ് ട്രെയിനിങ്ങും എത്രമാത്രം ഇന്റൻസിറ്റിയിൽ ചെയ്യണം, എത്ര റെപ്പിറ്റേഷൻ ചെയ്യണം, എത്ര വോളിയം ചെയ്യണം എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഷോർട്ട് സ്പീഡ് എൻഡൂറൻസ് ട്രെയിനിങ് ആണ്. ഇതിൽ 2 കാറ്റഗറി ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 5 to 30 മീറ്റേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് സ്പ്രിന്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഒരു കാറ്റഗറി. അത് 5 to 30 മീറ്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് 10 മീറ്റർ ആകാം, അല്ലെങ്കിൽ 20 മീറ്റർ ആകാം, അല്ലെങ്കിൽ 30 മീറ്റർ ആകാം. ഇതിൽ ഏതൊരു ഡിസ്റ്റൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് സ്പ്രിന്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് പ്രധാനമായിട്ടും യൂസ്ഫുൾ ആവുന്നത് ബാഡ്മിന്റൺ പ്ലെയേഴ്സ്, വോളിബോൾ പ്ലെയേഴ്സ് അല്ലെങ്കിൽ കബഡി പ്ലെയേഴ്സ് ഒക്കെയാണ്. കാരണം അവരൊരു ഗെയിം സിറ്റുവേഷൻസിൽ മാക്സിമം അവർക്ക് സ്പ്രിന്റ് ചെയ്യേണ്ട ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു 5 മീറ്റർ മുതൽ 10 മീറ്ററോ 50 മീറ്റേഴ്സ് 20 മീറ്റേഴ്സ് ഒക്കെ ആയിരിക്കും. കാരണം അവരൊരു കോർട്ടിന്റെ സൈസ് വളരെ ചെറുതാണ്. അപ്പോൾ അവർക്ക് ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് അവർക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് സ്പ്രിന്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ക്വിക്കായിട്ട് മൂവ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ 60 to 100 മീറ്റർ ഡിസ്റ്റൻസിൽ റിപ്പീറ്റേഷൻ ട്രെയിനിങ് ചെയ്യുന്നത്. അതായത് 60 മീറ്ററോ 70 മീറ്ററോ 80 മീറ്ററോ 90യോ അല്ലെങ്കിൽ 100 മീറ്ററോ, ഈ ഒരു ഡിസ്റ്റൻസ് റിപ്പീറ്റഡ് ആയിട്ട് സ്പ്രിന്റ് ചെയ്യുന്നത്. ഇത് പ്രധാനമായിട്ടും യൂസ്ഫുൾ ആവുന്നത് ഫുട്ബോൾ പ്ലെയേഴ്സ്, ക്രിക്കറ്റ് പ്ലെയേഴ്സ്, അതുപോലെ തന്നെ ബാസ്കറ്റ്ബോൾ പ്ലെയേഴ്സ്, ഹോക്കി പ്ലെയേഴ്സ് തുടങ്ങിയിട്ടുള്ള പ്ലെയേഴ്സ് സ്പീഡ് എൻഡൂറൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 60 മീറ്റർ മുതൽ 100 മീറ്റർ ഡിസ്റ്റൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് സ്പ്രിന്റ് ട്രെയിനിങ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ നോക്കുന്നത് ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു പ്ലെയർക്ക് ഒരു ഗെയിം സിറ്റുവേഷൻസിൽ എത്ര ഡിസ്റ്റൻസ് മാക്സിമം സ്പ്രിന്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് എടുക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുട്ബോൾ എടുത്തു കഴിഞ്ഞാൽ 5 മീറ്റർ മുതൽ 50-60 മീറ്റർ ഡിസ്റ്റൻസ് റേഞ്ചിലായിരിക്കും പലപ്പോഴും ഫുട്ബോൾ പ്ലെയേഴ്സിനെ ആക്സിലറേറ്റ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ സ്പ്രിന്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇതുപോലെ തന്നെയാണ് ക്രിക്കറ്റും അതെങ്ങനെയെങ്കിലും ഹോക്കി ആണെങ്കിലും അവരൊരു ഗെയിമിന്റെ കോർട്ട് സൈസ് അത്രയും വലുതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഗെയിമിൽ എത്രമാത്രം ഡിസ്റ്റൻസ് നമ്മൾക്ക് ഒറ്റ സ്ട്രെച്ചിൽ മാക്സിമം സ്പ്രിന്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു, അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് ഏത് ഡിസ്റ്റൻസ് റേഞ്ച് തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ അതിന്റെ ബേസിസിലാണ് നമ്മൾ ഇതിൽ ഏത് വർക്കൗട്ട് ഏത് അത്ലീറ്റ്സിനാണ് യൂസ്ഫുൾ ആവുന്നത് നമ്മൾ നോക്കുന്നത്. അടുത്തതായിട്ടുള്ളത് ലോങ് സ്പീഡ് എൻഡൂറൻസ് ട്രെയിനിങ് ആണ്. 120 മീറ്റർ മുതൽ 200 മീറ്റർ ഡിസ്റ്റൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് സ്പ്രിന്റ് ചെയ്യുന്നതാണ് ലോങ് സ്പീഡ് എൻഡൂറൻസ് ട്രെയിനിങ്. ഇത് ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ 120 മീറ്ററിലോ 150 മീറ്ററിലോ 160 180 ഒരു 200 മീറ്റർ ഡിസ്റ്റൻസ് വരെ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് സ്പ്രിന്റ് ചെയ്യാവുന്ന ട്രെയിനിങ് ആണ്.
ഇത് പ്രധാനമായിട്ടും യൂസ് ആവുന്നത് ട്രാക്ക് അത്ലീറ്റ്സിനാണ്. ഫോർ എക്സാമ്പിൾ 200 മീറ്ററിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ 100 മീറ്റർ ഡിസ്റ്റൻസ് സ്പ്രിന്റ് ചെയ്യുന്നവർ, 400 മീറ്റേഴ്സ് ഹഡിലേഴ്സ് തുടങ്ങിയിട്ടുള്ള റണ്ണേഴ്സിന്, ട്രാക്ക് ഇവന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അത്ലീറ്റ്സിനാണ് പ്രധാനമായിട്ടും സ്പീഡ് എൻഡുറൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് 120 മീറ്റർ മുതൽ 200 മീറ്റർ ഡിസ്റ്റൻസിലുള്ള റെപ്പിറ്റേഷൻ ട്രെയിനിങ് യൂസ്ഫുൾ ആവുന്നത്. മറ്റൊരു റെപ്പിറ്റേഷൻ മോഡലാണ് സ്പെഷ്യൽ എൻഡുറൻസ് ട്രെയിനിങ്. 250 മുതൽ 400 ഡിസ്റ്റൻസ് റേഞ്ചിനുള്ളിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് സ്പ്രിന്റ് ട്രെയിനിങ് ചെയ്യുന്നത്. ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ട്രാക്ക് അത്ലീറ്റ്സിനാണ്. അതായത് 400 200 800 തുടങ്ങിയിട്ടുള്ള മത്സരങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അത്ലീറ്റ്സിനാണ്. ഇങ്ങനെ പ്രധാനമായിട്ട് 3 കാറ്റഗറിയിലാണ് നമുക്ക് റെപ്പിറ്റേഷൻ ട്രെയിനിങ്ങിലുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഇവന്റിൽ എത്ര ഡിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് മാക്സിമം ആക്സിലറേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് സ്പ്രിന്റ് ചെയ്യേണ്ടി വരുന്നത്, അതിന്റെ ബേസിസിലായിരിക്കണം നിങ്ങൾ ഇതിൽ ഓരോന്നും നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് എത്രമാത്രം ഇന്റൻസിറ്റിയിലാണ് നമ്മൾ ഈ റെപ്പിറ്റേഷൻ ട്രെയിനിങ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ സ്പീഡ് എൻഡുറൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ 90 to 95% ഇന്റൻസിറ്റിയിലായിരിക്കണം, അല്ലെങ്കിൽ 95 to 100% ഇന്റൻസിറ്റിയിലായിരിക്കണം. അതായത് 90 to 100% ഇന്റൻസിറ്റി റേഞ്ചിലാണ് ഓരോ റെപ്പിറ്റേഷനും നമ്മൾ ചെയ്യേണ്ടത്. എങ്കിലാണ് നമ്മുടെ സ്പീഡ് എൻഡുറൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിന്റെ റീസൺ എന്താണെന്ന് നമ്മൾ പറയാം. അതിനു മുൻപ് എങ്ങനെയാണ് നമ്മൾ ഇന്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ 200 മീറ്റർ റെപ്പിറ്റേഷൻ ട്രെയിനിങ്ങിൻ്റെയാണ് എടുക്കുന്നത്. അതായത് 120 മീറ്റർ മുതൽ 200 മീറ്റർ ഡിസ്റ്റൻസ് റേഞ്ചിൽ നമ്മൾ റെപ്പിറ്റേഷൻ ട്രെയിനിങ് ചെയ്യുകയാണെങ്കിൽ 90 to 95% ഇന്റൻസിറ്റിയിൽ വേണം ഓരോ റെപ്പിറ്റേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിത് എങ്ങനെ ഈ ഒരു ഇന്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എത്രമാത്രം വേഗത്തിലാണ് നമ്മൾ ആ ഒരു റെപ്പിറ്റേഷൻ ചെയ്യണത് എന്നുള്ളതാണ്. അതായത് 200 മീറ്ററിന്റെ റെപ്പിറ്റേഷൻ ആണെങ്കിൽ 200 മീറ്റർ എത്ര വേഗത്തിൽ നമ്മൾ കവർ ചെയ്യണം എന്നതാണ് നമ്മൾ ഇവിടെ ഇന്റൻസിറ്റി കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഇന്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 3 സ്റ്റെപ്പ് മെത്തേഡാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്പീഡ് ടെസ്റ്റ് നടത്തുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന് 120 to 200 മീറ്റർ ഡിസ്റ്റൻസിലുള്ള റെപ്പിറ്റേഷൻ ട്രെയിനിങ് ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കരുതുക. അതിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നു ഒരു 200 മീറ്ററിന്റെ 200 മീറ്ററിന്റെ റെപ്പിറ്റേഷൻ ട്രെയിനിങ് നമ്മൾ സ്പീഡ് എൻഡുറൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സ്പീഡ് ടെസ്റ്റ് ആണ്. അതായത് 200 മീറ്റർ ഡിസ്റ്റൻസ് എത്ര ടൈം കൊണ്ട് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ 150 മീറ്റർ ഡിസ്റ്റൻസ് ആണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ 150 മീറ്റർ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് എത്ര ടൈം കൊണ്ട് മാക്സിമം എഫേർട്ടിൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടൈം കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും നമ്മൾ നോക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 25 സെക്കൻഡ്സ് കൊണ്ട് 200 മീറ്റർ കവർ ചെയ്യാൻ പറ്റുമെന്ന് കരുതുക. 25 സെക്കൻഡ് കൊണ്ട് 200 മീറ്റർ മാക്സിമം എഫേർട്ടിൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ കവർ ചെയ്യാൻ പറ്റുമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ മാക്സിമം ഇന്റൻസിറ്റി അല്ലെങ്കിൽ 100% ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 25 സെക്കൻഡ്സ് ആയിരിക്കും. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ 25ന്റെ 90% എത്രയാണ്, 95% എത്രയാണെന്ന് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് 90% കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 25 ഡിവൈഡഡ് ബൈ 0.90 ചെയ്ത് കഴിഞ്ഞാൽ 90% എത്രയാണെന്ന് കിട്ടും. അതായത് 27.77 എന്നുള്ളൊരു ആൻസർ കിട്ടും. ഇനി 25ന്റെ 95% എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 25ന്റെ 95 എന്ന് പറഞ്ഞാൽ 25 ഡിവൈഡഡ് ബൈ 0.95 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതായത് 26.31 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് 95% എത്രയാണെന്നും 90% എത്രയാണെന്ന് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടൈം റേഞ്ച് ആണ്. അതായത് 26.31 to 27.77 ആ ഒരു ടൈം റേഞ്ചിലായിരിക്കണം നമ്മൾ ഓരോ റെപ്പിറ്റേഷൻ നമ്മൾ ചെയ്യാനായിട്ട്. നമ്മളൊരിക്കലും 28 സെക്കൻഡ്സിലോ 29 സെക്കൻഡ്സിലോ നമ്മൾ അടുത്ത് പോയി കഴിഞ്ഞാൽ 30 സെക്കൻഡ്സിലോ നമ്മൾ റെപ്പിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്പീഡ് ഡെവലപ്പ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ സ്പീഡ് എൻഡുറൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്റൻസിറ്റി റേഞ്ച് എത്രയാണെന്ന് കണ്ടെത്തിയിട്ട് എത്ര ടൈം റേഞ്ചിലാണ് നമ്മൾ ഓരോ റെപ്പിറ്റേഷനും കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്പീഡ് എൻഡുറൻസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ 90 to 95% ഇന്റൻസിറ്റി അല്ലെങ്കിൽ 90 to 100% ഇന്റൻസിറ്റി റേഞ്ചിൽ വേണം ഓരോ റെപ്പിറ്റേഷൻ നമ്മൾ ചെയ്യാൻ. അതിന്റെ പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്പീഡ് എൻഡുറൻസ് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഗ്ലൈക്കോലിറ്റിക് എനർജി സിസ്റ്റത്തെയാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും 3 എനർജി സിസ്റ്റംസ് ആണുള്ളത്. അതിലൊന്നാണ് ഫോസ്ഫജൻ അല്ലെങ്കിൽ ATP CP എനർജി സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും വേഗത്തിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി സിസ്റ്റമാണ് ഫോസ്ഫജൻ എനർജി സിസ്റ്റം അല്ലെങ്കിൽ ATP CP എനർജി സിസ്റ്റം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്പ്രിന്റ് ചെയ്യുന്ന സമയത്ത് വളരെ വേഗത്തിൽ മസിൽസിന് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ വളരെ വേഗത്തിൽ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ മസിൽസിന് എനർജി ലഭിക്കണം. ആ ഒരു സിറ്റുവേഷൻസിൽ നമ്മളെ സഹായിക്കുന്ന എനർജി സിസ്റ്റമാണ് ഈ പറയുന്ന ഫോസ്ഫജൻ എനർജി സിസ്റ്റം. ഇത് ഏകദേശം 0 to 10 സെക്കൻഡ്സ് വരെയാണ് ലാസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു എനർജി സിസ്റ്റം പൂർണ്ണമായിട്ടും തീർന്നു പോകും. പിന്നീട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് രണ്ടാമത്തെ വേഗത്തിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി സിസ്റ്റം ആയിട്ടുള്ള ഗ്ലൈക്കോലിറ്റിക് എനർജി സിസ്റ്റമാണ്. ഗ്ലൈക്കോലിറ്റിക് എനർജി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ്. ഗ്ലൈക്കോജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആക്കി മാറ്റും.
പിന്നീട് ഈ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ രൂപത്തിലായിട്ട് മസിൽസിലും ലിവറിലായിട്ട് സ്റ്റോർ ചെയ്യും. പിന്നീട് നമുക്കൊരു ആവശ്യം വരുന്ന സിറ്റുവേഷൻസിൽ ഈ ഗ്ലൈക്കോജനെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എനർജി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇന്റൻസിറ്റിയിൽ ഒരു 90-95 അല്ലെങ്കിൽ 100% ഇന്റൻസിറ്റി റേഞ്ചിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് എനർജി ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷൻസിൽ ഈ ഗ്ലൈക്കോജനെയാണ് എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരം യൂസ് ചെയ്യുന്നത്. അതേസമയം നമുക്ക് വളരെ സ്ലോ റേറ്റിലാണ് എനർജി വേണ്ടതെന്ന് കരുതുക, അതായത് വളരെ സ്ലോയിലാണ് ജോഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ വളരെ സ്ലോയിലാണ് റൺ ചെയ്യണത് എന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിൽ നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് എന്ന് പറയുന്ന എനർജി സിസ്റ്റം അല്ലെങ്കിൽ എയറോബിക് എനർജി സിസ്റ്റം വഴിയാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്ന പോയിന്റ് 90-100% റേഞ്ചിൽ അത്രയും ഇന്റൻസിറ്റി റേഞ്ചിൽ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എനർജി നൽകുന്ന ഗ്ലൈക്കോലിറ്റിക് സിസ്റ്റം ആയതുകൊണ്ട് ഈ ഗ്ലൈക്കോലിറ്റിക് സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇന്റൻസിറ്റി റേഞ്ചിൽ ട്രെയിൻ ചെയ്താലേ നടക്കത്തുള്ളൂ. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലൈക്കോലിറ്റിക് എനർജി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽസിൽ സ്റ്റോർ ചെയ്ത് വെച്ച ഗ്ലൈക്കോജനെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ സഹായിക്കുന്ന ഒരു എൻസൈമാണ് ഫോസ്ഫോർ റിലീസ് എന്ന് പറയുന്ന എൻസൈം. ഫോസ്ഫോർ റിലീസ് എന്ന് പറയുന്ന എൻസൈം ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന എൻസൈമാണ്. എൻസൈം എന്ന് വെച്ചാൽ വളരെ വേഗത്തിൽ കെമിക്കൽ റിയാക്ഷൻസ് നടത്താൻ സഹായിക്കുന്നതിനാണ് എൻസൈം എന്ന് പറയുന്നത്. അതുപോലെ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ATP ആക്കി മാറ്റും. അതിനെ സഹായിക്കുന്ന ഒരു എൻസൈമാണ് PFK, ഫോസ്ഫോ ഫ്രക്ടോകൈനീസ് എന്ന് പറയുന്ന എൻസൈംസ്. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മളൊരു 90% അല്ലെങ്കിൽ 95-100% ഇന്റൻസിറ്റി റേഞ്ചിൽ സ്പ്രിന്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഈ പറയുന്ന ഗ്ലൈക്കോലിറ്റിക് എനർജി സിസ്റ്റം ആക്ടിവേറ്റ് ആവുന്നതും ഈ പറയുന്ന എൻസൈംസിന്റെ പ്രവർത്തനം അവിടെ മെച്ചപ്പെടുന്നതല്ല. അപ്പോൾ നമ്മൾ മനഃപൂർവ്വം അത്തരത്തിലൊരു സ്ട്രെസ് ബോഡിക്ക് കൊടുത്താൽ മാത്രമാണ് പയ്യെ നമ്മുടെ ഈ ഒരു എനർജി സിസ്റ്റം, ഗ്ലൈക്കോലിറ്റിക് എനർജി സിസ്റ്റവും ഈ എൻസൈംസിന്റെ ആക്ടിവിറ്റിയും ഒക്കെ ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓരോ റെപ്പറ്റീഷനും 90 അല്ലെങ്കിൽ 90-95 അല്ലെങ്കിൽ 95-100% ഇന്റൻസിറ്റിയിൽ നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത്. സോ ഇന്റൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എനർജി സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല, സ്പീഡ് എൻഡ്യൂറൻസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് എത്രമാത്രം റെസ്റ്റ് എടുക്കണം എന്നുള്ളതാണ്. ഓരോ റെപ്പറ്റീഷനിടയിൽ എത്ര റെസ്റ്റ് എടുക്കണം എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ സെറ്റിനിടയിൽ നിങ്ങൾ എത്രമാത്രം റെസ്റ്റ് എടുക്കണം എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്റൻസിറ്റി, ഡിസ്റ്റൻസ്, റെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റെസ്റ്റിന്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു 5 മീറ്റർ മുതൽ 30 മീറ്റർ ഡിസ്റ്റൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് സ്പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഒരു റെപ്പറ്റീഷനിടയിൽ 30 സെക്കൻഡ്സ് മുതൽ 1.5 മിനിറ്റ് ആണ്. 30 സെക്കൻഡ്സ് മുതൽ 1.5 മിനിറ്റ് വരെയാണ് നമ്മൾ ഒരു റെപ്പറ്റീഷനിടയിൽ റെസ്റ്റ് എടുക്കേണ്ടത്. ഈ റെസ്റ്റ് കൂടിക്കഴിഞ്ഞാലും നമ്മുടെ സ്പീഡ് എൻഡ്യൂറൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, അതായത് ATP എന്ന് പറയുന്ന മോളിക്യൂളിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് അവിടെ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ അയൺ അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഹൈഡ്രജൻ അയണിന്റെ അക്യുമുലേഷൻ മസിൽസിൽ കൂടിക്കഴിഞ്ഞാൽ മസിൽസ് കൂടുതൽ അസിഡിക് ആവും, മസിൽസിന് കൂടുതൽ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് മസിൽസിനകത്ത് നടക്കുന്ന ക്രോസ് ബ്രിഡ്ജ് സൈക്ലിംഗ് വഴിയാണ് മസിൽസ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കാൽസ്യം റിലീസും ഇത്തരം കാര്യങ്ങളെ തടസ്സപ്പെടുത്തുകയും, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മസിൽസിനെ ഹൈഡ്രജൻ അയൺ അക്യുമുലേഷൻ കൂടിക്കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഈ ഒരു പ്രശ്നത്തെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു മെക്കാനിസം ഉണ്ട്. അതാണ് LDH, ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയും. അതായത് നമ്മളുടെ ശരീരത്തിലെ LDH എന്ന് പറഞ്ഞ എൻസൈമിന്റെ സഹായത്തോട് കൂടിയിട്ട് ഹൈഡ്രജൻ അയണിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു എൻസൈം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എനർജി പ്രൊഡക്ഷൻ നടക്കണം. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഹൈഡ്രജൻ അയൺ അക്യുമുലേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഈ എൻസൈം വേണ്ട രീതിയിൽ അവിടെ ആക്ടിവേറ്റ് ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ നിർബന്ധപൂർവ്വം ട്രെയിനിങ്ങിലൂടെ ഈ പറയുന്ന പ്രോബ്ലം അവിടെ റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഹൈഡ്രജൻ അയണിന്റെ അക്യുമുലേഷൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബേസിക്കലി നമ്മൾ ട്രെയിനിങ്ങിലൂടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് ബോഡിക്ക് ഇത്തരത്തിലുള്ള സ്ട്രെസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നീട് ബോഡി അതായിട്ട് അഡാപ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഓരോ റെപ്പിറ്റേഷൻ കഴിഞ്ഞ് കൂടുതൽ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അവിടെ വേണ്ട രീതിയിൽ ഈ പറയുന്ന ഹൈഡ്രജൻ അയൺ അക്യുമുലേഷൻ നടക്കത്തില്ല. നമ്മൾ ഈ പറഞ്ഞ LDH എന്ന് പറയുന്ന ആക്ടിവിറ്റി അവിടെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കത്തില്ല. നമ്മുടെ സ്പീഡ് എൻഡ്യൂറൻസ് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് വളരെ ഷോർട്ട് ഇന്റർവെല്ലാണ് റെസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ മസിൽസിനകത്ത് നടക്കുന്ന ഹൈഡ്രജൻ അയണിന്റെ അക്യുമുലേഷൻ പെട്ടെന്ന് തന്നെ വർദ്ധിക്കും. ഈ പറയുന്ന LDHന്റെ പ്രവർത്തനം അവിടെ ആരംഭിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ബോഡി അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അതിനാൽ റെസ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാം. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ഇന്റൻസിറ്റി, ഡ്യൂറേഷൻ അല്ലെങ്കിൽ ലെങ്ത്, ഡിസ്റ്റൻസ് ഇത് വർദ്ധിക്കും തോറും നമ്മുടെ റെസ്റ്റിന്റെ ടൈമും ഇവിടെ സ്വാഭാവികമായിട്ട് വർദ്ധിക്കുന്നുണ്ട്. സോ അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് എത്ര ഇന്റൻസിറ്റിയിലാണ് ട്രെയിൻ ചെയ്യേണ്ടത്, എത്ര ഡിസ്റ്റൻസ് ആണ് ട്രെയിൻ ചെയ്യേണ്ടത്, എത്രമാത്രം റെസ്റ്റ് എടുക്കണം, ഓരോ റെപ്പറ്റീഷനിടയിൽ എത്ര സെറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബേസിസിലായിരിക്കണം നമ്മൾ സ്പീഡ് എൻഡ്യൂറൻസ് ട്രെയിനിങ് നിങ്ങൾ ചെയ്യാനായിട്ട്. അടുത്തായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ലോങ് സ്പീഡ് എൻഡ്യൂറൻസ് ട്രെയിനിങ്ങിൽ നിങ്ങൾക്കറിയാം 120 മുതൽ 200 മീറ്റർ ഡിസ്റ്റൻസിലാണ് റിപ്പീറ്റഡ് ആയിട്ട് സ്പ്രിന്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് 120 മീറ്ററിൽ സ്പ്രിന്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ 150 ഓടാം, 200 ഓടാം. പലർക്കും പറ്റുന്ന ഒരു പ്രശ്നം മാക്സിമം സ്പീഡ് എൻഡ്യൂറൻസ് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഡിസ്റ്റൻസിൽ സ്പ്രിന്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 200 മീറ്റർ റെപ്പിറ്റേഷൻ ട്രെയിനിങ് ചെയ്യും. അതേസമയം
നമ്മളുടെ സ്പീഡ് അല്ലെങ്കിൽ ആ ഇൻറ്റൻസിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ റെസ്റ്റ് കൂടുതലായിട്ട് എടുക്കേണ്ട സിറ്റുവേഷൻ വരികയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും 200 മീറ്റർ ഡിസ്റ്റൻസിൽ നിങ്ങൾ സ്പ്രിൻറ്റ് ചെയ്യരുത്. ആദ്യമേ തന്നെ നിങ്ങൾ 200-ന് പകരം നിങ്ങൾ ഒരു 150-ൽ സ്പ്രിൻറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ 120-ൽ നിങ്ങളെ സ്പ്രിൻറ്റ് റെപ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ ഇൻറ്റൻസിറ്റി കൃത്യമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്പീഡ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, ആ റെസ്റ്റ് ടൈം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിനുശേഷം ഗ്രാജുവലി നിങ്ങളെ ഡിസ്റ്റൻസ് പയ്യെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ പ്രോഗ്രഷൻ ചെയ്യാനായിട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് 90 to 100% ഇൻറ്റൻസിറ്റി റേഞ്ചിൽ നമ്മൾ സ്പീഡ് എൻഡ്യൂറൻസിന് വേണ്ടി ട്രെയിൻ ചെയ്യല്ല ചെയ്യാം. ഗ്രാജുവലി നമ്മുടെ ട്രെയിനിങ് ഫേസിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് നമ്മുടെ സ്പീഡ് എൻഡ്യൂറൻസിന് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ട്രെയിനിങ് ഫേസ് എന്താണെന്ന് സിമ്പിളായിട്ട് പറയാം. അതായത് നമ്മളുടെ ഒരു വർഷത്തിലെ ഫസ്റ്റത്തെ ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ പ്രിപ്പറേറ്ററി ഫേസ് ആണ്. അത് കഴിഞ്ഞാൽ സ്പെസിഫിക് പ്രിപ്പറേറ്ററി ഫേസ് വരും, പ്രീ കോമ്പറ്റീഷൻ ഫേസ് വരും, കോമ്പറ്റീഷൻ ഫേസ് വരും, അതിന് ട്രാൻസിഷൻ ഫേസ് വരും. അതായത് നമ്മൾ ആ കോമ്പറ്റീഷനെ ബേസ് ചെയ്തിട്ട് അതിന് മുൻപുള്ള ടൈമുകളെ നമ്മൾ ഡിഫറെൻറ്റ് ഫേസുകളായിട്ട് തിരിക്കും എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ബേസിസിലായിരിക്കും നമ്മളെ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഒരു ഉദാഹരണത്തിന് ഇത്തരത്തിലുള്ള ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് സ്പെസിഫിക് പ്രിപ്പറേറ്ററി ഫേസിലായിരിക്കും. അപ്പോൾ അതിന് മുൻപ് ഇത്തരത്തിലുള്ള ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡിയെ പ്രിപ്പയർ ചെയ്തെടുക്കും. ഫോർ എക്സാമ്പിൾ പ്രിപ്പറേറ്ററി ഫേസിൽ നമ്മൾ ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് നമ്മൾ ചെയ്യത്തില്ല. നമ്മളൊരു 65 to 75 ഇൻറ്റൻസിറ്റി റേഞ്ചിലായിരിക്കും നമ്മൾ ട്രെയിൻ ചെയ്യുക. അത് ഗ്രാജുവലി 75 to 85% ഇൻറ്റൻസിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യും. ദെൻ ആ ഒരു സ്പെസിഫിക് പ്രിപ്പറേറ്ററി ഫേസിലായിരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള 90 to 100% ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ റെപ്പറ്റീഷൻ ട്രെയിനിങ് കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു ഉദാഹരണത്തിന് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഓൺലൈനായിട്ട് ഞാൻ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ നിലവിലത്തെ വർക്കൗട്ട് പ്ലാനാണ്. ഇപ്പോൾ പ്രിപ്പറേറ്ററി ഫേസിലാണ്. അതുകൊണ്ട് തന്നെ അവരെ പ്രധാനമായിട്ടും എറോബിക് എൻഡ്യൂറൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആണ്. അപ്പോൾ അവിടുത്തെ ഇൻറ്റൻസിറ്റി അതിനനുസരിച്ച് ലൈറ്റ് ഇൻറ്റൻസിറ്റിയിലാണ് ഇപ്പോൾ നിലവിൽ ട്രെയിനിങ് പോയിക്കൊണ്ടിരിക്കുന്നത്. 65 to 75% ഇൻറ്റൻസിറ്റി റേഞ്ചിലാണ് പോകുന്നത്. അപ്പോൾ എത്ര സെക്കൻഡ്സിലാണ് ആ ഒരു റെപ്പറ്റീഷൻ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ട്രെയിനിങ് പ്ലാന് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വരുന്ന വീഡിയോയിൽ കൃത്യമായിട്ട് എങ്ങനെ പ്രോഗ്രാം ഡിസൈൻ ചെയ്യണമെന്നതിനെ കുറിച്ചിട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മുടെ എനർജി സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇത് കൂടാതെ നമ്മുടെ ന്യൂറോ മസ്കുലർ സിസ്റ്റം, അതായത് നമ്മൾ എങ്ങനെയാണ് സ്പീഡ് എൻഡ്യൂറൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് പ്രോഗ്രസീവായിട്ട് ചെയ്യേണ്ടത്, ഏതെല്ലാം എക്സസൈസുകൾ ചെയ്യണം, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടെക്നിക്സ്, അതായത് നമ്മൾ സ്പ്രിന്റ് ചെയ്യുന്ന സമയത്തുള്ള നമ്മുടെ റണ്ണിങ് മെക്കാനിക്സ്, ടെക്നിക്സ്, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം കണ്ടാലാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്പീഡ് ഡെവലപ്പ് ചെയ്യാനുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം കൃത്യമായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉടനെ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നെക്സ്റ്റ് നിങ്ങൾ ടെക്നിക്സിനെ കുറിച്ചിട്ടാണോ വീഡിയോ ചെയ്യേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടാണോ വീഡിയോ ചെയ്യേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പ്രോഗ്രാം ഡിസൈനിനെ കുറിച്ചിട്ടാണോ വീഡിയോ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും കമന്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ദിസ് ഇസ് ഷെബിൻ. ബൈ.